ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റ എപ്പിസോഡിൽ അച്ഛനും നന്ദും സംസാരിക്കുകയാണ്. നന്ദു തൻ്റെ വിഷമങ്ങളൊക്കെ അച്ഛനോട് ഷെയർ ചെയ്യുകയാണ്. നന്ദു പറയുന്നുണ്ട്, എനിക്കിനി ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുകയും അപ്പോൾ അച്ഛൻ പറയുകയാണ് നന്ദുവിനോട്, അത് പറ്റില്ല, ചേച്ചിമാർ അവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ കല്യാണമാണ്, മോൾ അവിടെ പോയേ പറ്റൂ, മാത്രമല്ല മോൾ അകന്നു നിന്നതിനാൽ അനി വിചാരിക്കും അത് മോളുടെ സങ്കടം കൊണ്ടാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് എന്തായാലും നിർബന്ധമായും പങ്കെടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അച്ഛൻ നന്ദുവിനെ. അത് കഴിഞ്ഞ് അനന്തപുരിയിൽ ആദർശ് വെയിറ്റിംഗ് ആണ്. ഭാര്യയെ കാണാതെ വിഷമത്തിലാണ് ആദർശ് നിൽക്കുന്നത്. അപ്പോൾ നേന അവിടെ എത്തുകയും സ്കൂട്ടിയിൽ അവിടെ എത്തുകയും കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ എപ്പോഴാണ് ഇവളെൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി കൂടിയത് എന്ന് ചിന്തിക്കുകയാണ്. അത്ര നേരം ഒരു ജോലിയിലേക്ക് പോലും ശ്രദ്ധിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ആദർശ്. അങ്ങനെ നയന തന്നെ അമ്മയോട് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും നന്ദു ഇനി ഇത് ആവർത്തിക്കില്ല, തൻ്റെ ചേച്ചിയോട് നന്ദുവിന് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മ ഇത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാവുകയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന റൂമിലേക്ക് പോവുകയും ആദർശ് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോയി എന്ന് ചോദിക്കുകയും അമ്പലത്തിൽ പോയതാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ നെറ്റിയിൽ ചന്ദനമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയും അതിന് ചന്ദനം തൊടണമെന്നുണ്ടോ, ഞാൻ ദൈവത്തോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറയാൻ പോയതാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആദർശേട്ടൻ എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, നമുക്കിന്ന് പുറത്ത് പോവാം, ഈ സാരി ഉടുത്തുകൊണ്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് ഒരു സാരി നാനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നാന വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇതിപ്പോൾ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അത് ഓഫീസിലൊരു സ്ത്രീ വിൽക്കാൻ വന്നതാണ്, അപ്പോൾ പവിത്ര സെലക്ട് ചെയ്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നാന പറയുന്നുണ്ട്, പവിത്ര സെലക്ട് ചെയ്തത് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, എനിക്കിഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണെന്ന് പറയുമ്പോൾ നാന വളരെയധികം സന്തോഷവതിയാവുകയാണ്. അങ്ങനെ എങ്ങനെ പോകും, അമ്മ വിടൂ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ നോക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആദർശ് റെഡിയാവാൻ പറയുകയാണ് നയനയോട്. നയന വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ കാര്യങ്ങൾ പറയുകയായിരുന്നു. ആദർശിൻ്റെ വിഷമവും നയന ഇറങ്ങിയപ്പോഴുള്ള ആദർശിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അബിയുടെ കാര്യവും പറയുന്നുണ്ട്. അബിയുടെ ജാതകത്തിൻ്റെ പ്രശ്നമാണ്, അത് നമുക്ക് വിധിയിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തെപ്പറ്റി. ശേഷം നയന അമ്മയുടെ അടുത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ നന്ദുവിനൊരു ജോലി സംഘടിപ്പിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അനി അവിടെ എത്തുകയും അവിടെ എത്തുന്നത് കണ്ട് നയന വിഷയം മാറ്റി നന്ദുവിൻ്റെ കല്യാണക്കാര്യം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്ന അനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ശേഷം നയന അനിയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കനക ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പാവം നല്ല പയ്യനായിരുന്നു, പക്ഷേ അവനെ മരുമോനാക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നയന അനിയോട് സംസാരിക്കുകയാണ്, നന്ദു നിന്നെ വളരെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടതാണ്, അപ്പോൾ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ ഷോക്കിലായിരുന്നു അവൾ ഇത്രയും കാലം വിഷമിച്ചിരുന്നത്. അനിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യം അവൾ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയും അനിയിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം മറന്നുകൊണ്ട് അനാമികയെ സ്നേഹിക്കാൻ നോക്കണം, ഇത് സന്തോഷത്തോടെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയും വളരെ അധികം ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അനി വളരെ വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക.